സഖാക്കളെ, നാട്ടുകാരെ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും കേരളീയ കലാലയങ്ങളുടെ ഏകശബ്ദമായി മാറിക്കഴിഞ്ഞ SFIയെയും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഞങ്ങളുടെ യുവജന സംഘടനയെയും ഒക്കെ തന്നെ ഈ നാട്ടിലെ ഓരോ മടൽത്തിരിക്കും സുപരിചിതമാണ്. ഞങ്ങളെ നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ നാടുള്ള കാലമൊട്ടുക്കും ശിരസുയർത്തിപ്പിടിച്ച് ഈ നാടിന്റെ പതിതവർഗത്തിന് വേണ്ടി പടപൊരുതുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട യുവജന സംഘടനയാണ് DYFI. കേരളീയ കലാലയങ്ങളിൽ വർഗീയതയുടെ വിഷസത്വങ്ങൾ എപ്പോഴെല്ലാം പണം വിടർത്തുമോ അപ്പോഴെല്ലാം വിഷസത്വങ്ങളെ തല്ലിക്കെടുത്തുവാൻ കേരളീയ കലാലയങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും പടപ്പുറപ്പാടിനിറങ്ങി പുറപ്പെട്ട മഹാസംഘടനയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI. ഈ നാടിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന ജനാധിപത്യ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഈ ഭൂമിക എനിക്കും നിങ്ങൾക്കും പടുത്തുയർത്തി തന്ന മഹാപ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങളെ എതിരിടാൻ ചില കൂട്ടർ വന്നിരിക്കുന്നു. ചിലർക്കു ഞങ്ങളുടെ ചോര കുടിക്കണം. അതിലൊരു കൂട്ടരത്രേ ഈ നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ഈ പ്രദേശത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നമായ ഈ കുന്നിൻ മുകളിലെ ഈ ചെറിയ കലാലയത്തിൽ വർഗീയതയുടെ ചോരത്തിളപ്പുമായി കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടർ പേര് ക്യാമ്പസ് ഫ്രണ്ട്. അവരിപ്പോ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട്? എന്തിനാണാവോ ഈ പോപ്പുലർ ഫ്രണ്ട്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് അവർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. എന്തിനാണ് പറയുന്നത്? പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ, പോപ്പുലർ ഫ്രണ്ടുകാരാ, നിനക്കറിയാവുന്നതിനേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. 1993 നീയൊക്കെ ഉണ്ടായതിന് ഈ സംഘടന ഒരു ദുശകുനം പിടിച്ച ഒരു ദിവസം ഇവിടെ പിറവിയെടുത്തെങ്കിൽ ആ പിറവിയെടുക്കുന്നതിനിടയായ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എവിടെയുണ്ടായി? ആ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമാണ്. സർവ്വതിനെയും ചരിത്രവൽക്കരിക്കുക എന്ന ഫ്രെഡറിക് ജെയിംസിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. എന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ചരിത്രപരമായ അംശമുണ്ടാകും. NDF എന്തുകൊണ്ടുണ്ടായി എന്നും പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിന് അറിയാവുന്നതിനേക്കാൾ നിങ്ങളെ പഠിക്കുന്ന, നിങ്ങളെ വിമർശിക്കുന്ന ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ പറയാം ഈ നാടിനോട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് NDF എന്ന സംഘടന. പല പേരുകൾ, ഏതൊക്കെ പേരാണ് പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായെന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ടിന് പോലും അറിയില്ല. ഈ ക്യാമ്പയിന്റെ ഭാഗമായി അവർ ഇത്രയും കാലം ഉണ്ടാകുന്ന പേരുകൾ കൂടി പറയണം. ആദ്യം മനുഷ്യാവകാശ സംഘടനയായി പിറവിയെടുത്ത സംഘടനയാണ്. കേരളത്തിലെ ചില മനുഷ്യാവകാശ മുഖമുള്ള പൊതുപ്രവർത്തകരെ, യശസ്വരനായ മുകുന്ദൻ സീമേരോരെ എല്ലാം ഇവരുടെ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നൊരു സംഘടനയാണ്. NDF പിറവിയെടുത്തതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഹു ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇന്ത്യ ലീവ്സ്. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ഭരിക്കുക? ഇന്ത്യ മരിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണം. ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാചകമാണിത്. ഇന്ത്യയുടെ മതേതരത്വം ജീവനോടുകൂടി നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ ഭൂരിപക്ഷം എങ്ങനെ ചിന്തിക്കുന്നുവെന്നല്ല, ന്യൂനപക്ഷത്തിന് എന്ത് തോന്നുന്നു എന്നതാണ് പ്രശ്നം. ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനസമൂഹം, ആ ജനസമൂഹത്തിന്റെ മനസ്സിൽ ഞങ്ങളുടെ ആരാധനയും വിശ്വാസവും അനുസരിച്ച് ഇന്ത്യ എന്ന ഈ മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന ഒരു തോന്നലുകളുടെ കൂട്ടത്തിൽ വിദൂരതകളിലെങ്ങാൻ വന്നാൽ പോലും ഇന്ത്യയുടെ മതേതരത്വം തകർന്നു പോകും. പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. NDF-കാരാ ഞങ്ങൾക്ക് നന്നായി അറിയാം. 1992 ഡിസംബർ 6 പകൽ 12:15 ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും ഇതര അർദ്ധസൈനിക വ്യൂഹങ്ങളും അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് തോക്കിൻകുഴലുകൾ ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു നിൽക്കവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാണരുളിയിരുന്ന ഇന്ത്യയിൽ ബാബറി മസ്ജിദിന്റെ ഒടുവിലത്തെ താഴികക്കുടവും സംഘപരിവാർ സരയുവിന്റെ തീരത്ത് തച്ചു തകർത്തു തരിപ്പണമാക്കി നിലത്തിടുമ്പോൾ ഞങ്ങൾ ഈ കലാലയത്തിന്റെ ഭൂമികയ്ക്കുള്ളിൽ നിന്ന് ഈ നാടിന്റെ ഹൃദയത്തുടിപ്പേറ്റ് വാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയത്തിന്റെ ജനോത്സുകതയുടെ രാഷ്ട്രീയത്തെ
ഇസ്ലാമിക രാഷ്ട്രീയം തന്നെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിവച്ചു തന്നേനെ. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വന്ന് മഹാനായ മുഹമ്മദിന് പ്രവാചകത്വം കൊടുത്തുകൊണ്ട് ആദ്യമായി പറഞ്ഞത്, മുഹമ്മദ് നീ വാളെടുക്കുക എന്നായിരുന്നില്ല, മറിച്ച് മുഹമ്മദ് നീ പേനയെടുക്കുക എന്നായിരുന്നു. മുഹമ്മദ് നീ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നായിരുന്നില്ല. LDF അന്ധകാരത്തിലാണ്ട് കിടന്നിരുന്ന ഒരു സമൂഹത്തെ വെളിച്ചം പകരാൻ മുഹമ്മദ് നീ വാളെടുക്കുക എന്നായിരുന്നില്ല മഹാനായ പ്രവാചകത്വം കൊടുത്തുകൊണ്ട് ജിബ്രീൽ വന്ന് പറഞ്ഞത്. ചൈനയിൽ പോയാലും നീ അറിവ് നേടണമെന്ന് പഠിപ്പിച്ച ഒരു മുഹമ്മദും അറിവ് കൊണ്ട്, വെളിച്ചം കൊണ്ട് മാത്രമേ. അതാണ് മഹാനായ ഒരിക്കൽ പറഞ്ഞത്, മതത്തിനെതിരായ സമരം എന്നാൽ മതത്തെ സൃഷ്ടിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾക്കെതിരായ സമരം എന്നർത്ഥം. ഓരോ മതത്തെയും സൃഷ്ടിച്ച ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. ആ സാമൂഹ്യ സാഹചര്യം ചൂഷണോന്മുഖമായ സാമൂഹ്യ സാഹചര്യമാണ്. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളും രൂഢമൂലമായ ഒരു ഭൂതകാലത്തിലാണ് ഓരോ മതവും പുതുമയുടെ നിലാവെളിച്ചമായി പെയ്തിറങ്ങിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാനായ EMS അങ്ങനെ രേഖപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അന്ധകാരത്തിലാണ്ടു കിടന്നിരുന്ന ഒരു തലമുറയെ വെളിച്ചമെത്തിച്ചു കൊടുക്കാൻ, അറിവ് പകരാൻ പറഞ്ഞ ഒരു മഹത്തായ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് LDFുമായി യോജിച്ചു പോവുക? LDFുമായി എങ്ങനെയാണ് യോജിച്ചു പോവുക? ഖുർആൻ ഷരീഫിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഹേ മുസ്ലിമേ എന്ന് പോലും അഭിസംബോധന ചെയ്ത് നിങ്ങൾക്ക് കാണാനാകുന്നില്ല. യാ മുസ്ലിം എന്നീ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് കാട്ടിത്തരാനാകുമോ? മറിച്ച് പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ ഹൃദയവ്യാപ്തി. ഹേ മുസ്ലിമേ എന്ന് പോലും വിളിച്ചിട്ടില്ല. മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലെത്തിക്ക് വരികവേ, മദീനയായിരുന്നു പിന്നീട് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം പ്രവാചകൻ പടുത്തുയർത്തുന്നത്. ആ മദീനയിലെ ഭൂരിഭാഗം പേരും ഇസ്ലാം മത വിശ്വാസികളായിരുന്നില്ലല്ലോ. മദീനയിലെ ഭൂരിഭാഗം പേരും ഇസ്ലാമിക വിശ്വാസികളായിരുന്നില്ല. വിവിധ മതത്തിൽ വിവിധ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ. പക്ഷേ അവിടെ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുണ്ടായ ഒരു ഭരണഘടനയുണ്ടായിരുന്നു. ഒരു ബഹുസ്വരമായ രാഷ്ട്രത്തിൽ, ഒരു ബഹുസ്വരമായ പ്രദേശത്ത് വിവിധ മതങ്ങളുള്ള, വിവിധ വിശ്വാസങ്ങളുള്ള, വിവിധ ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരിടത്ത് എങ്ങനെയാണ് ഒരു ഭരണഘടന നിർമ്മിക്കേണ്ടത് എന്ന് ഏതൊരു ഭരണഘടനാ വിദ്യാർത്ഥിക്കും ചരിത്ര വിദ്യാർത്ഥിക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഭരണഘടനയായിരുന്നു മദീനയിൽ പ്രവാചകന്റെ നേതൃത്വത്തിലുണ്ടായത്. അങ്ങനെയാണ് മദീനാവാസികൾ മദീനത്തുൻ നബവി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓമനപ്പേരിട്ട് വിളിച്ചത്. ഇത് ചരിത്രമാണ്. ഇത് മതവിശ്വാസങ്ങൾക്കും അപ്പുറത്തെ ചരിത്രമാണ്, ലിഖിത ചരിത്രമാണ്. ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വെളിച്ചത്തുരുത്തുകളാണ് ഇതെല്ലാം. എവിടെയാണ് ഇസ്ലാം അക്രമത്തിന് പ്രേരിപ്പിച്ചത്? ഇവിടെ ഞാൻ തിരക്കി, ബാലിക്കോട് പ്രദേശത്ത് ഇവിടെയെന്നല്ല എല്ലായിടത്തും ഈ LDF എന്ന് പറഞ്ഞാൽ LDFന്റെ വേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തലപ്പാക്കെട്ടും ജുബ്ബയും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുസ്ലിം ആയാലും LDF എന്നും കരുതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ LDFന്റെ വേഷവും LDF മുസൽമാന്റെ വേഷവും രണ്ടാണ്. മുസ്ലിം പുരോഹിതന്റെ വേഷമുണ്ട്, താടി വളർത്തണം, സുന്നത്താണ്, തലപ്പാവ് ധരിക്കണം, ഔറത്തൊക്കെ മറച്ച് ബങ്കയാ നടക്കുന്ന. അതല്ല LDF എന്ന് പറഞ്ഞാല് 6 പോക്കറ്റ് വെന്റ്, പിന്നെ ഒരു 6 പാക്ക്, പിന്നെ ചീർപ്പായണ ഒരു 100cc ബൈക്ക്, പിന്നെ കയ്യിൽ 10 മൊബൈൽ, 20 സിം കാർഡ്. ഇതാണ് LDF. ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അക്രമത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒക്കെ പ്രത്യയശാസ്ത്രമാണ്. ചിലരുടെ പേര് പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, പ്രവാചകൻ യുദ്ധം നയിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രവാചകൻ നയിച്ച യുദ്ധങ്ങളെല്ലാം അങ്ങനെയുള്ളതാ? ബദർ, ഉഹദ്, ഹന്തക്ക്, ഇത് 3ആണല്ലോ പ്രവാചകൻ നയിച്ച യുദ്ധം. പിന്നെ പ്രവാചകന്റെ കാലത്തുണ്ടായ വേറൊരു യുദ്ധം LDFകാരൻ ഒരുപക്ഷെ അറിയാത്ത യുദ്ധം, ബാറ്റിൽ ഓഫ് താബൂക്ക്, പിന്നെ ബാറ്റിൽ ഓഫ് ഹുനൈൻ. ഈ 3 യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്രയും യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വേറൊരു യുദ്ധം ഉണ്ടായിട്ടില്ല പ്രവാചകൻ ജീവിച്ചിരുന്ന കാലയളവിൽ. ഈ യുദ്ധങ്ങളെല്ലാം അങ്ങനെയുള്ള യുദ്ധമാണ്. ബദറും ഉഹദും ഹന്തക്കും ഈ 3 സ്ഥലവും എവിടെയാണ്? ഈ 3 സ്ഥലവും മക്കയിലായിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര വസ്തുതയുണ്ടല്ലോ. മക്കയിൽ പ്രവാചകൻ ഇസ്ലാം സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു.
അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ശത്രുക്കളുടെ എതിർപ്പിനെ തുടർന്ന്. പിന്നെ മദീനയിലാണ്. മദീനയിലേക്ക് പലായനം ചെയ്തു പോയതിനു ശേഷവും മദീനയിലേക്ക് തന്നെ പിന്തുടർന്നു വന്ന അക്രമികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി മദീനയിലും പ്രാന്തപ്രദേശത്തും നടന്ന യുദ്ധങ്ങളാണ്. ഗൾഫിൽ പോയിട്ടുള്ള സുഹൃത്തുക്കൾ നോക്ക്, ബദർ എവിടെയാ? മക്കയിലല്ല, മദീനയിലാണ്. ഉഹദ് എവിടെയാ? മക്കയുടെ പ്രാന്തപ്രദേശമല്ല ഉഹദ്, മദീനയിലാണ്. ഹന്തക്ക് എവിടെയാ? മദീനയിലാണ് പ്രാന്തപ്രദേശം. എല്ലാ യുദ്ധവും ബാറ്റിൽ ഓഫ് ഡിഫൻസസ് ആയിരുന്നു. എല്ലാം പ്രതിരോധത്തിന്റെ മഹായുദ്ധങ്ങളായിരുന്നു. ആരെയെങ്കിലും കൊല്ലുവാൻ, ആക്രമിക്കുവാൻ വേണ്ടിയുണ്ടായ യുദ്ധങ്ങളെയായിരുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കണം, ഈ അടുത്ത കാലത്ത് NDF-കാരൻ താലിബാൻ വിധി ഉപയോഗിച്ച് ഒരു അധ്യാപകന്റെ കൈവെട്ടിക്കളഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. NDF-നെ കൂടുതൽ ഈ നാട് അടുത്തെറിഞ്ഞത്. NDF അപകടകരമാണെന്ന് വർഷങ്ങളായി SFI-യും DYFI-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെവി തരാതിരുന്നവർ, ഞങ്ങളെ കേൾക്കാതിരുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും NDF-നെ അപകടകരമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സംഭവം ഒരു അധ്യാപകന്റെ കൈവെട്ടിക്കളഞ്ഞതാണ്. മലയാള മനസ്സാക്ഷിയുടെ മുഖത്തേക്ക് ചോരയിൽ പുരണ്ട ചോരയൊലിപ്പിക്കുന്ന പച്ച ജീവനുള്ള ഒരു കൈപ്പത്തി ഒന്ന് പതിച്ചപ്പോൾ NDF എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ അധ്യാപകനെ ആ ശിക്ഷ വിധിച്ചുകൊണ്ട് NDF പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു: പ്രവാചകനെ നിന്ദിച്ചതാണ് തെറ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രവാചകനെ നിന്ദിച്ചു. പ്രവാചക നിന്ദയെ ന്യായീകരിക്കുന്നു. NDF-നെ ഈ അക്രമത്തെ അപലപിച്ചുകൊണ്ട് SFI-യും DYFI-യും CPM-ഉം നടത്തിയ ക്യാമ്പയിനെതിരെ ചോദ്യചിഹ്നമായി ഇതുപോലെ NDF-ന്റെ പ്രചരണം അന്നും വന്നു. പ്രവാചക നിന്ദയെ കുറിച്ച് എന്തേ ഉണ്ടാകുന്നത്? നിങ്ങൾ ഓർക്കണം കേട്ടോ, ചരിത്രത്തിൽ പ്രവാചകനെ നിന്ദിച്ച ചരിത്രം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയായിരുന്നില്ല. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലയളവിൽ പ്രവാചകനെ നിന്ദിച്ച ഒരു ചരിത്രമുണ്ട്. പ്രവാചകന്റെ പക്ഷമാണെന്ന് പറഞ്ഞാൽ, പ്രവാചകന്റെ പക്ഷമാണെന്ന് പറയുന്ന കേൾക്കുന്ന മാത്രയിൽ അയാളെ ജീവനോടുകൂടി മരുഭൂമിയിൽ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടല്ല, മലമൂത്ര വിസർജ്യങ്ങൾ വാരിയെറിഞ്ഞ ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ ജീവിച്ചിരുന്ന ഒരു കാലയളവ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ ഒളിച്ചോടുമ്പോൾ, പലായനം ചെയ്യുമ്പോൾ എത്രയോ ഗുഹകളിലൂടെ ഇരുട്ടിന്റെ മറവിൽ മാത്രം സഞ്ചരിച്ചാണ് പ്രവാചകന് മക്കയുടെ അതിർത്തി വിട്ടപ്പുറത്തേക്ക് ജീവൻ രക്ഷിച്ചു കടന്നു പോകാനായത്. അത്രയേറെ നേരിട്ടക്രമിച്ചു, വേട്ടയാടി. പ്രവാചകത്തിന്റെ കൂടെ നിന്നവരെ, പ്രവാചകത്വം അംഗീകരിച്ചവരെ, ഇസ്ലാം ഏറ്റുവാങ്ങിയവരെ മുഴുവൻ പേരെയും കൊന്ന് കുഴിച്ചു മൂടി. അതിനേക്കാൾ വലിയ നിന്ദയാണോ ഇവിടുത്തെ ഒരു അധ്യാപകൻ നടത്തിയത്? ഇത്രയും വലിയ നിന്ദ നടത്തിയ ഒരു സമൂഹം അറബികൾ. അവരുടെ മുമ്പിലേക്ക് ഈ പറഞ്ഞ 3 യുദ്ധങ്ങൾക്കും ശേഷം മക്ക വിജയം നേടി തിരിച്ചു ചെല്ലുകയാണ് പ്രവാചകൻ. അതിനെ ചരിത്രത്തിൽ പറയുന്നത് മക്കം ഫത്ഹ് എന്നാണ്. മക്ക വിജയം നേടി ഈ പ്രവാചകൻ തിരിച്ചു ചെല്ലുകയാണ്. മക്കയിലേക്ക് തിരികെ മടങ്ങിയെത്തുമ്പോൾ മുഴുവൻ ശത്രുക്കളും ആയുധം താഴെ വെച്ചു പ്രവാചകന്റെ മുമ്പിൽ ശിരസ് കുമ്പിട്ട് നിൽക്കുകയാണ്. മുഴുവൻ ശത്രുക്കളും ആരൊക്കെയാ നിൽക്കുന്നത്? ഒരിക്കൽ പ്രവാചകന്റെ മുഖത്തേക്ക് കൈ ഉയർത്തി അടിച്ചവർ, ഈ പറയുന്ന പ്രവാചകന്റെ മുഖത്തേക്ക് മലമൂത്ര വിസർജ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞവർ, പ്രവാചകനെ വാളെടുത്തുകൊണ്ട് കൊലപ്പെടുത്തുവാൻ വേണ്ടി പ്രവാചകരെ ജീവനോട് കിട്ടിയാലും അന്ന് കുഴിച്ചുമൂടുമെന്ന് പ്രഖ്യാപിച്ചു നടന്നവർ, അവരെല്ലാവരും ആയുധം താഴെ വെച്ചു നിൽക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും വിളിച്ചു പറഞ്ഞു, ഇത് പ്രതികാരത്തിന്റെ ദിവസമാണ്, ഇത് പ്രതികാരത്തിന്റെ ദിവസമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ എല്ലാവരുടെയും ശബ്ദഘോഷങ്ങളെ മറികടന്നുകൊണ്ട് പ്രവാചകന്റെ ശബ്ദം വന്നു, അല്ല, ഈ ദിവസം കാരുണ്യത്തിന്റെ മഹാദിനമാണ്, അൽ യൗമു യൗമു അൽ മർഹമ എന്നായിരുന്നു പ്രവാചകൻ എന്ന് പറഞ്ഞത്. ഈ ദിനം കാരുണ്യത്തിന്റെ മഹാദിനമാണ്. മുഴുവൻ പേർക്കും മാപ്പ് കൊടുത്തു. ഇവിടെ നോക്കൂ നിങ്ങൾ, NDF ഒരു അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത് ശിക്ഷ വിധിച്ചപ്പോൾ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തുകൊണ്ട് പ്രവാചകനെ നിന്ദിച്ചു അത്രേ. ആ പ്രവാചകനെ നിന്ദിച്ചതിന് ഇവർ നവതാലിബാനിസ്റ്റുകൾ, NDF-കാർ ഇതാ കേരളത്തിന്റെ മണ്ണിൽ ഒരു അധ്യാപകന്റെ കൈപ്പത്തി ഛേദിച്ചുകൊണ്ട് ശിക്ഷ വിധിച്ചെങ്കിൽ ആ NDF-നോട് ഞങ്ങൾ പറയുന്നു, ആ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലയളവിൽ ആ പ്രവാചകനെ നേരിട്ട് നിന്ദിച്ചവർ, നേരിട്ട് ആക്ഷേപിച്ചവർ, നേരിട്ട് അപഹസിച്ചവർ, അവർക്ക് പ്രവാചകൻ മാപ്പ് കൊടുക്കുകയായിരുന്നില്ലേ?
ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അത്ഭുതാതരവോടുകൂടി ആ ചരിത്ര മുഹൂർത്തത്തിന്റെ കീഴിൽ കുറിച്ചിട്ട ഒരു വാചകം ഇങ്ങനെയാണ്. ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും കടന്നു പോകും ആ വാചകങ്ങളിലൂടെ. Never in history was there another victor who showed such love and mercy for the fallen foe. Not on house was plundered, not on woman was insulted. ചരിത്രത്തിൽ ഇതുവരെ ഇതുപോലെ ഒരു യുദ്ധവിജയിയും തന്റെ മുമ്പിൽ നിരുപാധികം കീഴടങ്ങി നിൽക്കുന്ന ഒരു എതിരാളിക്കും ഇതുപോലെ മാപ്പ് കൊടുത്ത ചരിത്രത്തിലെങ്ങും ചൂണ്ടിക്കാണിക്കാനാകില്ല. ഒരു വീട് പോലും ആക്രമിക്കപ്പെട്ടില്ല. ഒരു വനിത പോലും ദോഷകരമായ ഒരു നോട്ടം കൊണ്ടുപോലും ആക്രമിക്കപ്പെട്ടില്ല, പീഡിപ്പിക്കപ്പെട്ടില്ല. ഇതുപോലെ എല്ലാവർക്കും കാരുണ്യവും മാപ്പും കൊടുത്ത വേറൊരു യുദ്ധവിജയിയെ ചരിത്രത്തിൽ കാണാനാകില്ല എന്ന് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ, പാശ്ചാത്യ ചരിത്രകാരന്മാർ പോലും കുറിച്ചിട്ട പ്രവാചകനെയും ഇസ്ലാമിനെയുമാണ് ഇന്ന് NDF-കാർ മറയാക്കി നിർത്തിക്കൊണ്ട് അക്രമത്തിന്റെയും ആയുധ താണ്ഡവത്തിന്റെയും പുതിയ സംഘസൃഷ്ടികൾ കേരളത്തിൽ കാട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ബന്ധമുള്ളേ? ഇസ്ലാമും ഇവരും തമ്മിൽ എന്താ ബന്ധമുള്ളേ? പണ്ടൊരിക്കൽ ഉമറിനെയാണ് ഇവർ പറയാറുള്ളത് ഏറ്റവും അധികം. ഉമർ ധീരനായിരുന്നു, ഉമറിനെ പോലെയാവണ്ടേ. ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടേ മുസ്ലിം കുടുംബങ്ങളിലെ മക്കളെ നന്നായി ജീവിക്കണം. ചില രക്ഷകർത്താക്കളൊക്കെ മക്കളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പ്രായമെത്തുമ്പോ ഒരു സുപ്രഭാതത്തില് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ. നെഹ്റു ഉത്തരവിട്ടു, ആ രാമൻ ഇന്ത്യയിലെ ഹൈന്ദവന്റെ രാമനല്ല, ആ കണ്ട രാമനെ സരയുവിന്റെ കുഞ്ഞോളങ്ങൾക്ക് ഭക്ഷിക്കാൻ സരയുവിന്റെ അഗാധകർത്തത്വങ്ങളിലേക്ക് വലിച്ചെറിയുകയെന്ന്. ആ വിവാദ രാമവിഗ്രഹത്തെ വലിച്ചെറിഞ്ഞു നെഹ്റുവിന്റെ ഉത്തരവ് പ്രകാരം. ബാബറി മസ്ജിദ് പൂട്ടിയെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഷബാനുബിഗം കേസിനെ തുടർന്ന് മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി 86-ൽ ഈ പുതിയ നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിയമത്തെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം പ്രീണനമെന്ന് പറഞ്ഞ് സംഘപരിവാർ ഇന്ത്യയിൽ പ്രചരണം ആരംഭിച്ചപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി തങ്ങൾക്കാകട്ടെ എന്ന് കരുതി പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടച്ചുപൂട്ടി വിവാദ മന്ദിരമായി പ്രഖ്യാപിച്ച ബാബറി മസ്ജിദിന്റെ താക്കോലെടുത്ത് സംഘപരിവാരത്തിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. ആ താക്കോലും വാങ്ങിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കാശ്മീരം മുതലിങ്ങു കന്യാകുമാരി വരെ ഭാരതീയ ജനതാ പാർട്ടി ഒരു യാത്ര നടത്തി. ആ യാത്ര കഴിഞ്ഞുടനെ നടക്കുന്ന തിരഞ്ഞെടുപ്പ്, ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, BJPയുടെ ക്യാമ്പയിൻ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയാണ് അവർക്ക് ശക്തി പ്രാപിക്കാനായത്? ഷബാനുബിഗം കേസിലെ വിധിയെ തുടർന്ന് ഇന്ത്യയിൽ മുസ്ലിം സംഘടനകൾ നടത്തിയ അകാരണമായ പോളറൈസേഷൻ, ധ്രുവീകരണം, ആ ധ്രുവീകരണം കാരണമാണ് തൊട്ടിപ്പുറത്ത് ആ സംഘടനയുടെ എല്ലാ കുടുംബവും കാര്യം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ, NDF-നെതിരെ പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ. കുഞ്ഞാലിക്കുട്ടിയും ഇസ്ലാമും തമ്മിൽ എന്താ ബന്ധം? കുഞ്ഞാലിക്കുട്ടിയും ഇസ്ലാമും തമ്മിൽ എന്താ ബന്ധം? വലാത്തക്രബുദ്ദിന, നീ വ്യഭിചാരത്തോടടുക്കരുത്, നീ വ്യഭിചരിക്കരുതെന്നല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലാത്തക്രബുദ്ദിന, നീ വ്യഭിചാരത്തോടടുത്താൽ, നിന്റെ ദോഷകരമായ ഒരു നോട്ടം കൊണ്ടെങ്കിലും നീ വ്യഭിചാരിയായാൽ നിശ്ചയം നീ എന്റെ സമുദായത്തിൽപ്പെട്ടവരല്ലെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ഷരീഫും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അകലം ഏതളവ് കോല് വെച്ചളന്നാൽ ഇബ്ലീസിന് ഒന്നിട്ടില്ല. പക്ഷെ ഒരു കല്ല് ചങ്കിക്കൊണ്ടു എടാ കുഞ്ഞാലിക്കുട്ടി, നീയും പടച്ചോനെ എവനെ കൊണ്ട് എറിയിച്ചല്ലോ. അന്നാ തൗബ ചെയ്തു മടങ്ങിയത് ഇബ്ലീസ് പടച്ചോന്റെ മുമ്പിൽ. ആ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മിണ്ടാൻ പാടില്ല. അതുപോലെ NDF-നെതിരെയും ഉണ്ടാവാൻ പാടില്ല. കാര്യം എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് കുത്തകെഴുതി കൊടുത്ത സാധന ഇസ്ലാം എന്ന് പറഞ്ഞാല്. ഇസ്ലാമും ഞാനൊരു കാര്യം, വാളിക്കോട് 5 നേരം നമസ്കരിക്കുന്ന ഇസ്ലാം മതവിശ്വാസിയാണെന്ന് അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എങ്കിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരത്തിന്റെ ബാങ്ക് കാത്തിരിക്കുന്ന ഈ ഇടവേളക്കിടയിൽ ഇപ്പോഴും മുസ്ഹഫ് തുറന്നു വെച്ച് പടച്ച തമ്പുരാന്റെ തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചരിത്രത്തെ പഠിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു, വർത്തമാന കാലഘട്ടത്തിലെ പോപ്പുലർ ഫ്രണ്ട്, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ക്യാമ്പയിൻ അവർ തന്നെ നടത്തുമ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും പഠിച്ചുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം മുസ്ലിം സഹോദര നിന്നോട് പറയുന്നു, മുസ്ലിം ഭവനങ്ങളിൽ നിന്നാണ് NDF-നും പോപ്പുലർ ഫ്രണ്ടിനും എതിരെ
പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ കലാപത്തിന്റെ കൊടി ഉയർന്നു വരേണ്ടത് കാരണം ഏറ്റവും വലിയ അനിസ്ലാമികമാണ് പോപ്പുലർ ഫ്രണ്ട്, അനിസ്ലാമികമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും LDF-ന്റെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും സന്ദേശം. ഒരു സംശയവും വേണ്ട, തർക്കിക്കാൻ ഞങ്ങൾ തയ്യാർ. ഏതെങ്കിലും ഒരു മതം സമാധാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ഇസ്ലാമിൽ എവിടെയാ? പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സൂക്തം ഭൂതകാലം, ആ കാലയളവിലെ ഒരു രസകരമായ കഥയുണ്ട്. ഒരു ഉപ്പുപ്പ മരിക്കാൻ നേരത്ത് കൊച്ചുമകനെ വിളിച്ചിരുത്തി പറയാണ്, പൊന്നുമോനെ, ഉപ്പുപ്പാന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഉപ്പുപ്പ മരിക്കുമ്പോ ഖബറിൽ കൊണ്ടുവെക്കുമ്പോ ഉപ്പുപ്പായുടെ ഖബറിൽ വലിയ വേരുകളുള്ള ഒരു മുന്തിരിവള്ളി നീ നടണം കേട്ടോ. ആ മുന്തിരിവള്ളി എന്തിനെന്ന് വേണമെന്നറിയോ? ആ മുന്തിരിവള്ളിയുടെ വേരുകൾ താഴേക്ക് 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 ഊർന്നു വന്ന് നാളെ ഒരിക്കൽ ഉപ്പുപ്പായുടെ വായിലേക്ക് മുഖത്തേക്ക് തന്നു വന്ന് കള്ളിന്റെ തുള്ളികൾ, മുന്തിരിക്കള്ളിന്റെ തുള്ളികൾ ഇറ്റിക്കും. അങ്ങനെയെങ്കിലും അങ്ങ് കുഴിമാടത്തിൽ കിടക്കുമ്പോഴും ഖബർസ്ഥാനിൽ കിടക്കുമ്പോഴും ഉപ്പുപ്പാക്ക് മദ്യത്തിന്റെ രുചി തുകർന്നുകൊണ്ട് കിടക്കാൻ വേണ്ടിയാണ് പൊന്നുമോനെ എന്ന് പറഞ്ഞ കാലയളവ്. അതായിരുന്നു ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലയളവ്.